Hi. Vaishak Subramanian. Yes. I'm Long time. Malvika. I know. I know. I'm Malvika. Welcome to Walk with me. Parayanallo. So how are you? All good. That's good. അപ്പം എനിക്ക് ഇവിടെ നിൽക്കുമ്പോഴേ ഒരു ഭയങ്കര ഒരു പഴയ Nostalgia. ലൈക്ക് പഴയ സിനിമ ഒക്കെ കാണുന്ന മാതിരി ബിക്കോസ് എവറിത്തിങ് ആ പഴയ സിനിമേൻ്റെ ഒരു സെറ്റിൽ ഓൾ ദീസ് ലേഡീസ് ദർ കുറേ ചെറിയ സ്കൾപ്ചേഴ്സും അങ്ങനെയൊക്കെ ഭയങ്കര ഒരു എന്താ പറയുക പഴയ സെറ്റിൽ വന്നൊരു എഫക്ട്. സോ ദിസ് ഇസ് ഹോം ഫോർ യു റൈറ്റ്? ഇതാണ് എൻ്റെ തറവാട് ആക്ച്വലി. ആക്ച്വലി ഐ ഹാവൻ സീൻ എൻ്റെ ഗ്രാൻഡ് ഫാദറുടെ പ്രൊഡക്ഷൻ്റെ സമയത്ത് ഞാൻ ജനിച്ചിട്ടില്ല. ലൈക്ക് 1978-79 ഡ്യൂറിങ് ഗ്രാൻഡ് ഫാദർ പ്രൊഡക്ഷൻ നിർത്തിയായിരുന്നു. ബട്ട് അത് കഴിഞ്ഞ് ഞാൻ കുറേ സ്റ്റോറി ഞാൻ ഇപ്പോൾ സിനിമയിലെ പ്രൊഡക്ഷൻ വന്ന ശേഷം പഴയ കാര്യങ്ങളൊക്കെ ഇപ്പം മല്ലിക ആൻറ്റിയൊക്കെ ആ സമയത്ത് വർക്ക് ചെയ്യപ്പം പഴയ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഭയങ്കര നൊസ്റ്റാൾജിയ ഫീലാണ്. ഇപ്പം കാണില്ല ഇവിടൊക്കെയാണ് എല്ലാ ആർട്ടിസ്റ്റും ഷൂട്ട് ചെയ്യണതും താമസിക്കണതും പിന്നെ എല്ലാവരും ഒരു ക്ലോസ് സ്പേസ് ആയതുകൊണ്ട് ഇവിടെ തന്നെ പല പല സെറ്റുണ്ട്. ഇപ്പം ഒരു സൈഡ് പോലീസ് സ്റ്റേഷൻ കാണാം, ഒരു സൈഡ് ഹോസ്പിറ്റൽ കാണാം. ഇവിടെ ആണെങ്കിൽ റൊമാൻസ് സോങ്സ് എല്ലാം ഇവിടെ ഷൂട്ട് ചെയ്യും. നമ്മുടെ പ്രൊഡ്യൂസർ പറയുന്നുണ്ട് നമ്മൾ ഇവിടെ വന്നു ഇവിടെയാണ് നസീർ സാറും ശിലമൊക്കെ ഓടി നടന്ന് വരുമ്പോൾ തന്നെ ഒരു ഭയങ്കര ഓൾഡ് വേൾഡ് ചാം ഉണ്ട്. എനിക്ക് ഭയങ്കര പോസിറ്റീവായിട്ട് സ്പ്രെഡ് ചെയ്യണ ഒരു സ്ഥലവും കൂടെയാണ്. കാരണം ഞാൻ ഇടയ്ക്ക് ഒരു പടം തുടങ്ങണ മുമ്പ് ഇവിടെ ഗ്രാൻഡ് ഫാദറുടെ ഓഫീസ് ഇവിടെ ആയിരുന്നു. അപ്പോൾ അവിടെ പ്രാർത്ഥിക്കാൻ വരാനും അതേപോലെ ഇടയ്ക്കിടയ്ക്ക് എനിക്കൊന്ന് എപ്പോഴും വരാറുണ്ട്. ഞാൻ അറ്റ്ലീസ്റ്റ് ഒരു മാസത്തിൽ ഒരു 2-3 ടൈംസ് ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യാറുണ്ട്. സോ ഹൗ ഇസ് ഇറ്റ് ദാറ്റ് എന്താണ് പറയുക പി സുബ്രഹ്മണ്യൻ സർ മെറിലൻഡ് സിനിമ സ്റ്റുഡിയോ ചെറുമകൻ and വളരെ it was not a planned entry into production, was it? No. So can you tell me about that? See, actually, I finished my engineering in Marbislios. So during 2009, അപ്പോൾ അത് കഴിഞ്ഞ ശേഷം my father was running my family business, the Srikumar Srivishak New Theatre. He was a managing director. So ആ സമയത്ത് കോളേജെല്ലാം കഴിഞ്ഞിട്ട് അച്ഛനൊന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ എന്നോട് ചോദിച്ചു നീ കുറച്ച് ദിവസം എൻ്റെ കൂടെ വന്ന് നിൽക്കെന്ന് പറഞ്ഞിട്ട് നേരെ അങ്ങനെ തിയേറ്റർ ബിസിനസ്സിൽ വരെയായിരുന്നു. സോ തിയേറ്റർ ബിസിനസ് വരുന്ന സമയത്ത് ശ്രീകുമാർ ശ്രീവിശാഖ് തിയേറ്റർ അച്ഛൻ്റെ ഓഫീസ്. അപ്പോൾ വിശാഖ് തിയേറ്ററിലെ ചാർട്ടിങ്ങും കാര്യങ്ങളും എല്ലാം എന്നെ ഏൽപ്പിച്ചു ആ സമയത്ത്. അപ്പോൾ എസ് കാർത്തികനങ്ങളും ഉണ്ടായിരുന്നു, അച്ഛനും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ചേർത്തിട്ടാണ് എന്നെ ഏൽപ്പിച്ചത്. അപ്പം ആ സമയത്ത് ഒരു ന്യൂ ജെൻ പടങ്ങളുടെ ഒരു വേവ് അല്ലെങ്കിൽ ഒരു പുതിയ ഒരു വേവ് സ്റ്റാർട്ട് ചെയ്യായിരുന്നു. ഫിലിംസ് ലൈക്ക് ട്രാഫിക്, സോൾട്ട് ആൻഡ് പെപ്പർ, തട്ടത്തിൻ മറയത്ത്, ഡയമണ്ട്, ഇതൊക്കെ റിലീസ് ചെയ്യുന്ന ടൈം. അപ്പം ഞാൻ ഈ പടങ്ങളൊക്കെ ചാർട്ട് ചെയ്ത് തുടങ്ങിയത് ആ സമയത്ത്. അപ്പം ആ ഒരു സമയത്ത് പുതിയ ആൾക്കാർ, ഡയറക്ടേഴ്സ്, പുതിയ ആക്ടേഴ്സ്, അപ്പോൾ ഒരു പുതിയ വേവ് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. സോ ഞാൻ അവരെ പരിചയപ്പെടും, അവരെ എന്നെയും പരിചയപ്പെട്ടിട്ട് ലേറ്റർ ഓൺ വി ബിക്കെയിം like a friends, then they are like became a part of family. അപ്പോൾ തിയേറ്ററിനെ കുറിച്ച് ഞാൻ അവിടുന്ന് സംസാരിക്കാറുണ്ട്, സിനിമയെ കുറിച്ച് അവർ ഞങ്ങളടുത്ത് സംസാരിക്കും. പിന്നെ വെന്നപ്പോൾ വിനീതും ധ്യാൻ, അജു എല്ലാവരും ട്രാൻഡത്ത് വരുമ്പോൾ വി യൂസ് ടു മീറ്റ് അപ്പ്, പഴയ കാര്യങ്ങൾ. പിന്നെ ധ്യാൻ ഇവിടെ പഠിച്ചത് ബെസിലിയൂസിൽ, അല്ല ബെസിലിയൂസ് മോഹൻദാസിൽ, ഞാൻ ബെസിലിയൂസിലായിരുന്നു. അപ്പം അന്ന് സമയം നമ്മൾ ഈ സെയിം ഏജ് ആണ്. അപ്പം വി ഹാവ് ലോട്ട് ഓഫ് കോമൺ ഫ്രണ്ട്സ് ഓൾസോ. Did you know him from back then? I knew his stories, he knew my stories. So like രണ്ടുപേരും ഭയങ്കര ആ ടൈമിൽ അടിപൊളി ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാമായിരുന്നു, കഥകളെല്ലാം അറിയാം. ഞങ്ങൾ മീറ്റ് ചെയ്തപ്പോഴും ആദ്യം ഞാൻ പറഞ്ഞു അളിയനെ കുറിച്ച് എല്ലാം കേട്ടിട്ടുണ്ട്, ഞാൻ പറഞ്ഞു നിന്നെ കുറിച്ച് ഞാൻ എല്ലാം കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. സോ അങ്ങനെ ഒരു മീറ്റപ്പ് ആയിരുന്നു. ദെൻ ഹൗ ഐ ജോയിൻ ഫിലിംസ്, ലൈക്ക് ഇങ്ങനെ ഒരു 5-6 ഇയേഴ്സിൽ അല്ലെങ്കിൽ ഞാൻ തിയേറ്ററിലെ എക്സ്പീരിയൻസും ഇന്ന കാര്യങ്ങളും ചാർട്ടിങ് എല്ലാം ചെയ്ത് ഒരു ഇൻട്രസ്റ്റ് തോന്നി. സോ ഡ്യൂറിങ് ദാറ്റ് ടൈം അടിക്കപ്പിയാറ കൂട്ടമണി ഷൂട്ട് ഇവിടെ ട്രിവാൻഡ്രത്തായിരുന്നു. അപ്പം അതേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അജു ധ്യാനായിട്ട് നമ്മൾ ഹാങ് ഔട്ട് ചെയ്യാനുണ്ട്. അപ്പം ആ സമയത്ത് ധ്യാൻ ഇങ്ങനെ ഡയറക്ഷൻ ചെയ്യണം താല്പര്യം ഉണ്ടെന്ന് പറയണത്. അന്ന് പക്ഷെ ഞാൻ പ്രൊഡക്ഷനിൽ ഇല്ലായിരുന്നു. അന്ന് അജു പ്രൊഡ്യൂസ് ചെയ്യാനും ധ്യാൻ ഡയറക്റ്റ് ചെയ്യാനും നിവിൻ കൺഫേം ചെയ്തു, ഞാൻ താരം കൺഫേം ചെയ്തു. അങ്ങനെ പെട്ടെന്ന് അജു പുതിയ ഒരാളായതുകൊണ്ട് ഒരാളും കൂടെ എക്സ്പീരിയൻസ് ആള് വേണം എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് പെർട്ടിക്കുലർലി അന്നൊരു എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അപ്പം ഞാൻ കുറേ നെയിംസ് അപ്പം ധ്യാൻ ചോദിച്ചിട്ടുണ്ട് ആരെങ്കിലും ഉണ്ട്. അപ്പം ഞാൻ കുറേ പേരുകൾ ഇൻഡസ്ട്രിയിൽ നമ്മുടെ ചേട്ടന്മാരും അങ്കിൾ കുറേ ആൾക്കാരുടെ പേരുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ലേറ്റർ ഓൺ ധ്യാൻ എന്നെ ഒരു ദിവസം കൊച്ചിയിൽ വരാൻ പറഞ്ഞു. എന്നിട്ട് അവിടെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഇല്ല ഞാൻ ഒരു പ്രൊഡ്യൂസറിനെ അജുയുടെ കൂടെ ആളെ എനിക്ക് കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എൻ്റെ തോളിൽ വെച്ചിട്ട് അളിയനാണ് എൻ്റെ പ്രൊഡ്യൂസർ. അപ്പം ഞാൻ പറഞ്ഞു ലൈക്ക് അന്ന് നിവിൻ പോളി, നാൻതാര, ഹ്യൂജ് ക്യാൻവാസിലെ പടം. ഞാൻ വെച്ചാൽ ഐ ഡോണ്ട് ഹാവ് എനി എക്സ്പീരിയൻസ്. സോ ഇങ്ങനെ ഞാൻ എന്തായാലും എൻ്റെ കുടുംബത്തിൽ നിന്ന് ഡയറക്ഷൻ, അച്ഛൻ കഴിഞ്ഞു, ചേട്ടൻ വന്നു, ഞാൻ ഫസ്റ്റായിട്ട് ഇനി അടുത്ത ജനറേഷൻ വരിക.
സോ യു ഓൾസോ ഷുഡ് ക്യാരി ഓൺ ദ ലെഗസി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് ഇത് ഒരുമിച്ചൊരു ജേർണി സ്റ്റാർട്ട് ചെയ്തുകൂടാ? അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ഫാന്റാസ്റ്റിക് ഫിലിംസ് സ്റ്റാർട്ട് ചെയ്യണതും ഞാൻ ലവ് ആക്ഷൻ ഡ്രാമയിൽ പ്രൊഡ്യൂസറായിട്ട് മാറുന്നതും. സോ ദാറ്റ് വാസ് എ സ്റ്റാർട്ട് ആക്ച്വലി. അതൊരു ഭയങ്കര എന്താ പറയാ, ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു സ്റ്റാർട്ട്. അതൊരു എന്താ പറയുക, ഡെസ്റ്റിനി. കാരണം ലവ് ആക്ഷൻ ഡ്രാമ പോലത്തെ ഒരു പ്രോജക്റ്റ് അന്നത്തെ സമയത്ത് ധ്യാൻ ഫസ്റ്റ് ഡയറക്ഷൻ, നിവിൻ ആൻഡ് നയൻതാര കമ്മിങ് ടുഗദർ ഫോർ ഫസ്റ്റ് ടൈം, ആ ഹൈപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈപ്പായിരുന്നു ആ സമയത്ത്. അപ്പം ഞാൻ ഇപ്പോഴും ആലോചിക്കാറുണ്ട്, ധ്യാൻ ഇപ്പം ചോദിക്കാറുണ്ട് എത്രയോ പ്രൊഡ്യൂസേഴ്സ് കിട്ടിയെന്ന്. ഞാൻ ധ്യാനാണ് ഇങ്ങോട്ട് വന്നിട്ട് പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞത്. സോ അതെനിക്കൊരു നിമിത്തമായിട്ട് തോന്നുന്നു. I was meant to do it and he was also meant to direct that film. So all of us എന്താ പറയുക, ഒരു സ്റ്റാർട്ടായിരുന്നു ഞങ്ങളുടെ എല്ലാം ഒരു തുടക്കം എന്ന് വേണമെങ്കിൽ പറയാം. നല്ലൊരു തുടക്കമായിരുന്നു അല്ലേ? കാരണം പിന്നെ ഹൃദയം വർഷങ്ങൾക്ക് ശേഷം, ഹൃദയം വാസ് മാസീവ് ഹിറ്റ്. അപ്പം ഹൃദയം പക്ഷേ you did it under I did it under Merland because during that time പ്രണവും സിനിമയിൽ വന്നല്ലോ. അപ്പൊ ആദ്യമായിരുന്നു പ്രണവിന്റെ ഫസ്റ്റ് ഫിലിം. സോ ഡ്യൂറിങ് ദാറ്റ് ടൈം ഓൾസോ പ്രണവ് ഇങ്ങനെ പടത്തിൽ വരണുണ്ടായിരുന്നു. അപ്പൊ വിനീത് ആ സമയത്ത് നിവിനായിട്ട് മാത്രമാണ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ വൺസ് ഐ ആസ്ക്ഡ് വിനീത്, ഓക്കെ എപ്പോഴെങ്കിലും ഒരു പടം പ്രണവായിട്ട് ചെയ്യുകയാണെങ്കിൽ എൻ്റെ അടുത്ത് പറയണമെന്ന് പറഞ്ഞു. വിനീത് എടാ എൻ്റെ കയ്യിൽ അങ്ങനെ സ്ക്രിപ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, അപ്പൊ ഇപ്പൊ ഒന്നും അങ്ങനെ തീരുമാനിച്ചിട്ടില്ലെന്നത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കാരണം വിനീത് ഞാനും ഇതേപോലെ ഫ്രണ്ട്സാ. വി ഫ്രം 20 കാരണം തട്ടത്തിൻ മറയത്ത് എന്നാണ് പടം ശ്രീവിശാഖ് തിയേറ്ററിലാണ് റിലീസ് ചെയ്തത്. സോ ഏറ്റവും കൂടുതൽ റണ്ണ് കിട്ടിയത് ശ്രീവിശാഖ് തിയേറ്ററിലാണ്. അതെ. അപ്പൊ അത് കഴിഞ്ഞ് വിനീതിന്റെ എല്ലാ ഡയറക്ഷൻ പടം, സ്ക്രിപ്റ്റ് എന്ന പടം വിനീത് യൂസ് ടു റെക്കമെൻഡ് ഫോർ മൈ തിയേറ്റർ. അപ്പൊ അന്നോട്ടിട്ട് നല്ല പരിചയമുണ്ട്. പിന്നെ ഇതേപോലെ ഒരു ദിവസം ഇങ്ങനെ വിളിച്ച്, ഞാനും അജുவோட ലവ് ആക്ഷൻ ഡ്രാമയുടെ ഷൂട്ടിംഗ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ എനിക്ക് ഇന്നെ പെട്ടെന്ന് കാണുമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ പോയി. അവിടെ ചുമ്മാ കാണാം. അപ്പം ലഞ്ച് കഴിഞ്ഞുകൊണ്ടിരുന്നപ്പോ എടാ ഞാൻ അടുത്തൊരു പടം എന്റെ മനസ്സിൽ വന്നിട്ടുണ്ട്. അപ്പം നല്ല കാര്യം. അപ്പൊ ഞങ്ങൾ ബിരിയാണി ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ എന്റെ മനസ്സിൽ അത് പ്രണവ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കേട്ടിട്ട് ഞാനും അജു ഇങ്ങനെ അപ്പൊ എടാ പ്രണവാണെന്ന്. അപ്പൊ ഞാൻ പ്രണവോ? അപ്പൊ വി ആർ നോട്ട് എക്സ്പെക്ടിങ് ആ ഒരു സമയത്ത്. അപ്പൊ ഞാനും അജുവും ഭയങ്കര എക്സൈറ്റ്. പക്ഷെ നീ ദയവായിട്ട് ഇപ്പൊ അടുത്തൊന്നും പറയരുത്, ബിക്കോസ് സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞ് പ്രണവ് മനസ്സിൽ വന്നു. നൗ നെക്സ്റ്റ് തിങ് ഇസ് ദാറ്റ് ഓക്കെ ഐ ഹാവ് ടു റീഡ് എ സ്ക്രിപ്റ്റ് ടു ഹിം, ഹി ഷുഡ് ആക്സെപ്റ്റ് ദിസ്. അപ്പം എനിക്ക് ഒരു എന്ന് വെച്ചാൽ സുഹിത്രേച്ചി നമ്മളും കുടുംബപരമായിട്ട് 3 generations ആയിട്ടുള്ള ഇതാണ്. ബാലാജി സാറും എൻ്റെ ഗ്രാൻഡ് ഫാദറും ബാലസാറോട് ചെന്നൈയിൽ പടം പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഞങ്ങൾ ഇതപ്പം അന്ന് തൊട്ടേ വെക്കേഷൻസിൽ നമ്മുടെ ഫാമിലി അവിടെ പോവും, അവിടെ നിന്ന് ഇവിടെ വരും. അപ്പൊ ഞാനും പ്രണവ് ആക്ച്വലി 3rd generation ബോണ്ടിങ് ആക്ച്വലി. സോ ഇത് ഞാൻ അപ്പൊ സുഹിത്രേച്ചി ആയിട്ടൊരു പ്രോജക്റ്റ് അല്ലെങ്കിൽ അപ്പുവിന് വേണ്ടി ചെയ്യണമെന്ന് പറയുന്നത് ഒരു ഫാമിലിയുടെ അകത്ത് തന്നെ ഒരു പ്രോജക്റ്റ് വരണതായിരുന്നു. ദെൻ കല്യാണി വാസ് ദ കല്യാണി വാസ് ഓൾസോ പ്രിയൻ അങ്കിൾ. ഇതേപോലെ നമ്മുടെ മെർലാൻഡ് സ്റ്റുഡിയോയിലെല്ലാം കുറെ അന്ന് അച്ഛനോട്ട് പണ്ടോട്ടേ അറിയാം. സോ ആ ഒരു പടം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഹൃദയത്തില് ഞാൻ ചേർന്നിരിക്കുന്ന ഒരു പ്രോജക്റ്റ്. അതെ. ഹൃദയത്തിന്റെ നിറങ്ങൾ അതാണ് ഇപ്പം ഇവിടെ ഇരുന്നത്. സോ മൈ ഗ്രാൻഡ് ഫാദർ ലൈക് 69 ഫിലിംസിൽ 69th ഫിലിം വാസ് ഹൃദയത്തിൻ നിറങ്ങൾ. സോ വിനീത് ഈ ടൈറ്റിൽ ഇങ്ങനെ പറഞ്ഞപ്പം ഐ വാസ് സോ ഷോക്ക്ഡ്. ഇവിടെയോ എന്തോ ഇതുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ലേറ്റർ ഓൺ ഞാൻ ഗ്രാൻഡ് ഫാദറുടെ ഇത് നോക്കിയപ്പം അവിടെ ലാസ്റ്റ് ഫിലിം അതായിരുന്നു. സോ ഇറ്റ് വാസ് നോട്ട് ഇൻ പേർപ്പസ്. വിനീത് ടൈറ്റിൽ ഫിക്സ് ചെയ്തു. എന്നിട്ട് ഇത് വന്നപ്പം ഇറ്റ് വാസ് ഓൾമോസ്റ്റ് ലൈക്ക് ഓക്കെ തുടങ്ങിയെടുത്തിരുന്ന് അതായത് തീർന്നെടുത്ത് നിർത്തി തുടങ്ങണമെന്ന് എവിടെയോ എഴുതി വെച്ച പോലെ ഉണ്ടായിരുന്ന പോലെ. ഞാൻ നേരത്തെ പറഞ്ഞ ഹൃദയം പിന്നെ തിയേറ്റർ റൺ ആയിക്കോട്ടെ, അതിൻ്റെ ഷൂട്ട് സമയത്ത് ആ പടത്തിൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ സിത്താര സുരേഷ്, എഗെയിൻ ഇതേപോലെ സുഹിത്രേച്ചിയുടെ ബ്രദർ സുരേഷ് ബാലാജിയുടെ മോളാണ്. സോ ഞങ്ങൾ ഒരു 3rd generation ആൾക്കാരെല്ലാം ഒരു വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് വന്നൊരു പ്രോജക്റ്റ്. ഓൾ ദ ഫാമിലി ഫ്രണ്ട്സ് കമ്മിങ് ടുഗദർ ഫോർ എ പ്രോജക്റ്റ്. എന്നിട്ട് ആ പ്രോജക്റ്റ് ഭയങ്കര ഹ്യൂജ് സക്സസ് ആവുന്നതും റെപ്യൂട്ടേഷൻ വേണം. തിയേറ്ററിൽ നന്നായിട്ട് ഓടി. പിന്നെ കുറച്ച് സ്റ്റേറ്റ് അവാർഡ് ആ സമയത്ത് ഹൃദയത്തിനാണ് കിട്ടിയത്. പിന്നെ കരൺ ജോഹർ ധർമ്മയ്ക്ക് ആ പടം റീമേക്ക് ചെയ്തു. സോ വി ഹാവ് ലോട്ട് ഓഫ് മെമ്മറീസ്. ലൈക്ക് ഒരു കോവിഡ് മാത്രമായിരുന്നു നമ്മുടെ ഒരു വെറിയുള്ള ഒരു ടൈം. അപ്പം നേരത്തെ പറയല്ലോ ഏതൊരു നല്ല കാര്യത്തിന് മുമ്പ് ഒരു തടസ്സങ്ങൾ വരാറുണ്ടെന്ന്. സോ ഇപ്പം ആലോചിക്കുമ്പോൾ ഹൃദയം സോ സ്പെഷ്യൽ ടു us. Still is special to us. സോ ഇത്ര നേരം സംസാരിച്ചതെന്ന് എനിക്ക് മനസ്സിലായത് ഒത്തിരി നിമിത്തങ്ങളിലും എനർജി എന്നുള്ള കാര്യങ്ങളിലൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണ്. സോ വാട്ട്സ് യുവർ പ്രോസസ് ലൈക്ക് വെൻ യു ഗെറ്റ് ഇൻ ടു ദിസ് ഹോൾ ന്യൂ പ്രോജക്റ്റ്? See, I have only worked with my friends so far. ഇപ്പം നോക്കിയാൽ ധ്യാൻ്റെ ഡയറക്ഷനിലാണ് ഞാൻ ഫസ്റ്റ് പടം ചെയ്തത്. വിനീതിൻ്റെ ഇവിടെ 3 പടങ്ങൾ ഇപ്പം ഞാൻ പ്രൊഡ്യൂസ് ചെയ്തു.
ലൈക്ക് ആഫ്റ്റർ ഹൃദയം വർഷങ്ങൾക്ക് ശേഷം ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ചെയ്ത കരം വാസ് ദ ലാസ്റ്റ് മൂവി വിച്ച് വി പ്രൊഡ്യൂസ്ഡ് That's ഓൾസോ. again with a bunch of your friends. Bunch of my friends. Again, Noble is Vinny's like a college mate. Okay. അപ്പം അങ്ങനെ അതും ഫ്രണ്ട്സിൻ്റെ ഇതായിരുന്നു. സോ ബേസിക്കലി വി ഹാവ് എ ട്രസ്റ്റ് ഫാക്ടർ ഈച്ച് അതർ. ഒരാൾ വീണ മറ്റേ ആൾ പൊക്കിയെടുക്കാനുണ്ട്. സിനിമയിൽ ഏറ്റവും ആവശ്യം എന്ന് വെച്ചാൽ നമുക്കൊരു വാട്ട് എവർ സ്ക്രിപ്റ്റ് എന്തൊക്കെ കൊള്ളാമെന്ന് പറഞ്ഞാലും എൻഡ് ഓഫ് ദ ഡേ ലൈക്ക് യു ഷുഡ് ഹാവ് എ റാപ്പോ വിത്ത് ദ ഡയറക്ടർ വിത്ത് ദ കോ ആർട്ടിസ്റ്റ്. എന്നാലും സ്മൂത്ത് ആയിട്ടൊരു പ്രോജക്റ്റ് നടക്കത്തുള്ളൂ. ബിക്കോസ് സിനിമയായതുകൊണ്ട് നമുക്ക് എപ്പോഴും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല വാട്ട് ദ ഔട്ട്കം ഇസ്. അന്ന് രാവിലെ തിയേറ്ററിൽ വന്ന ഓഡിയൻസ് കണ്ടാലും നമുക്ക് ഇത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ബേസിക്കലി എനിക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ വർക്കുമ്പോൾ ഒരു കംഫർട്ട് സോണും, പിന്നെ ഞാനൊരു പ്രൊഡ്യൂസറോ അല്ലെങ്കിൽ അവിടെ ഡയറക്ടർ അങ്ങനെ ഒന്നുമില്ല. ഞങ്ങൾ എല്ലാവരും എല്ലാ ജോലിയും ചെയ്യും. ഫാമിലി വെക്കേഷൻ. ഫാമിലി വേണമെങ്കിൽ ഇപ്പം പെട്ടെന്ന് നമ്മൾ വേറെ ലൊക്കേഷനിൽ പോയിട്ട് ബാഗ് എടുക്കാൻ അതും വേണമെങ്കിൽ നമ്മൾ ചെയ്യും. ബിക്കോസ് ഓൾ ഓഫ് us knew each other മൊത്തത്തിൽ. So this is the office? This is my grandfather's office actually. Lovely. So this is the place like where my grandfather used to sit like. ഇതാണ് grandfather office actually. So this is all the awards. നമ്മൾ സ്വാമിയപ്പൻ്റെ സ്റ്റേറ്റ് അവാർഡ് ഒക്കെ അതാണ്. ഇപ്പൊ ഗ്രാൻഡ് ഫാദർ പാടാത്ത പൈങ്കിളി എന്ന് പറഞ്ഞ ഫിലിമിൽ നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഹൃദയത്തിലും എനിക്ക് ഭയങ്കര സന്തോഷം വെച്ചാൽ ഗ്രാൻഡ് ഫാദർ ഇതേപോലെ സ്റ്റേറ്റ് അവാർഡ് സ്വാമിയപ്പനിൽ കിട്ടിയപ്പം ഹൃദയത്തിൽ എനിക്കും സ്റ്റേറ്റ് അവാർഡ് ഫസ്റ്റ് മൂവി കിട്ടി. ഭയങ്കര ഇമോഷണൽ ആയിരുന്നു ആ സമയത്ത്. സോ ലോട്ട് ഓഫ് മൈ ഫാമിലി മെമ്പേഴ്സ് ഓൾസോ ആ ഒരു സമയത്ത് ഭയങ്കര ഇതായിരുന്നു. So എനിക്ക് I have known you for a very long time personally, but നമ്മൾ അറിയുന്ന സമയത്ത് you were not even thinking of movies. Yeah, that's what I know. Like lot of close people whom I associate or whom they know, അവർക്ക് ഭയങ്കര ഞെട്ടല്ല. ഞാൻ സിനിമയിൽ വരണം എന്ന് പറഞ്ഞിട്ട് പ്ലാൻ ചെയ്ത വ്യക്തിയല്ല ഇതുവരെ. ഞാൻ ഭയങ്കര നിമിത്തം എന്ന് പറഞ്ഞത് ഐ വാസ് ഡിസൈൻ ടു ഡു ദിസ്. അങ്ങനെ ഒരു ഇതിൽ വന്നതാ മൊത്തത്തില്. സോ അപ്പൂപ്പൻ ചെയ്തു വെച്ച എന്താ പറയാ, അപ്പൂപ്പൻ തുടങ്ങി വെച്ചൊരു കാര്യം വൈശാഖ് മുന്നോട്ട് കൊണ്ടുവന്നു. അതൊരു എന്താ പറയാ, നമ്മള് പ്ലാൻ ചെയ്ത് വന്നൊരു കാര്യമല്ലെങ്കിലും അങ്ങനെ വന്നു. അപ്പൊ എന്താണ് അപ്പൂപ്പന്റെ എന്ത് കാര്യമാണ് നമ്മള് എന്താ പറയാ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചു വെച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കാര്യം? ഗ്രാൻഡ് ഫാദറുടെ ഇപ്പൊ ഞാൻ എവിടെ പോയാലും ഒരു റെസ്പെക്ട് എന്നൊരു കാര്യം കിട്ടുന്നുണ്ട് മൊത്തത്തില്. അത് അന്നത്തെ സമയത്ത് ഭയങ്കര കിട്ടുന്ന ഇതാണ്. ഇപ്പം അവിടെ നോക്കിയാൽ അറിയാം ഫുള്ളായിട്ട് ഗ്രാൻഡ് ഫാദർ പ്രൊഡ്യൂസ് ചെയ്തും ഡയറക്റ്റ് ചെയ്ത മൂവീസ് അത് മൊത്തം. അപ്പൊ ഇന്ന് ഇങ്ങനെ ഒരു 69 പടങ്ങൾ ചിന്തിക്കാൻ പറ്റാത്തൊരു ടൈമാണ് മൊത്തത്തില്. അപ്പം ഡേറ്റ് ഉണ്ട്, പടത്തിന്റെ ടൈറ്റിലും ഉണ്ട്. അപ്പം ഇപ്പോഴും കുറച്ച് മങ്ങിയിട്ട് മാറ്റാത്തെന്ന് വെച്ചാൽ ആ ഒരു വെച്ചതാണോ? ഇല്ല, ഇടയ്ക്ക് നമ്മൾ കുറച്ച് മാറ്റിയായിരുന്നു. ബട്ട് സ്റ്റിൽ അത് ഇരിക്കും. അപ്പം ആ ഒരു ഗ്രാൻഡ് ഫാദറുടെ എവിടെ പോയാലും ആ ഒരു കാരണം എല്ലാവരും പറയുമ്പോൾ തന്നെ ഒരു റെസ്പെക്റ്റോടെയാണ് പറയണത്. അപ്പം എനിക്ക് ഭയങ്കര ടെൻഷനാണ്. കാരണം അത് ആദ്യത്തെ കുറേ ദിവസം എല്ലാം മെർലാൻഡ് എന്ന് പറയുമ്പോൾ എല്ലായിടത്തും ഞാൻ ഭയങ്കര കോൺഷ്യസ് ആവുമായിരുന്നു. അപ്പം ഈ ഫാന്റാസ്റ്റിക് ഫിലിംസ് ചെയ്യുന്ന സമയത്ത് അങ്ങനത്തെ ഒരു ടെൻഷൻ ഉണ്ടായില്ല? ഫാന്റാസ്റ്റിക്കിൽ അതിലാണ് ഞാൻ അവിടെ ബാനർ വൈസ് ഞാൻ മെർലാൻഡ് ഉപയോഗിച്ചില്ല. അപ്പൊ ഫാന്റാസ്റ്റിക് ഫണ്ട് ആൾക്കാരാണ് ഞങ്ങളെന്നെല്ലാം. അപ്പം ആ ഒരു ഇതുണ്ടായിരുന്നു. ബട്ട് എന്നാലും അവിടെ മല്ലിക ആന്റി ഒക്കെ വരുന്ന സമയത്ത് പറയും, മോനെ നീ ഫസ്റ്റ് ഇതാണ് എന്താ നീ ചെയ്യണമെന്ന് അറിയാമോ. ബട്ട് ലേറ്റർ ഞാൻ ഈ പ്രഷർ വരാതിരിക്കാണ് ഞങ്ങൾ ഫാന്റാസ്റ്റിക് ഇട്ടത്. ബട്ട് ലേറ്റർ ഓൺ കുറേ ഈ ഡ്യൂറിങ് ദ റിലീസ് പ്രൊമോഷൻ ടൈമിലൊക്കെ അവർ മെർലാൻഡ് ആക്കി. മെർലാൻഡ് ഇന്ന് 3rd ജനറേഷൻ അടുത്ത് വരുന്നുണ്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ബട്ട് ലക്ലി ആലോചിക്കുമ്പോൾ ഐ എം സോ ഹാപ്പി ബിക്കോസ് ഫുള്ളായിട്ട് ഇപ്പം തിരിഞ്ഞു നോക്കുമ്പം ഇറ്റ് വാസ് ഓൾസോ എ ഗുഡ് സ്റ്റാർട്ട്. ലവ് ആക്ഷൻ ഡ്രാമ കൊമേഴ്ഷ്യലി നോക്കുമ്പോഴും ഭയങ്കര നന്നായിട്ട് ഓടിയ പടമാണ്. അന്നത്തെ ഓണത്തിലെ ഏറ്റവും ഹയസ്റ്റ് ഗ്രോസിംഗ് ഫിലിം ആയിരുന്നു. 2019 സെപ്റ്റംബർ 5th ആയിരുന്നു റിലീസ്. നൈസ്. സോ ഇപ്പോഴത്തെ പണ്ടത്തെ കാര്യം ഒരു കമ്പാരിസൺ ആയിട്ടല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഇപ്പോഴത്തെ ഒരു ഫിലിം മേക്കിങ്ങും കാര്യങ്ങളൊക്കെ പണ്ടത്തെ കാര്യം വീട്ടിൽ പറഞ്ഞു കേട്ടും അറിഞ്ഞുമൊക്കെ ഉള്ളൊരു ഒരു എന്താ പറയുക ഹിയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. അതാ ഞാൻ പറഞ്ഞ എനിക്ക് പഴയ കാര്യങ്ങൾ ഞാൻ വീട്ടിൽ ഡിസ്കസ് ചെയ്തിട്ടില്ല. കാരണം ഞാൻ തിയേറ്ററിൽ ഭയങ്കരമായിട്ട് ഡിസ്കസ് ചെയ്യുമായിരുന്നു. തിയേറ്ററിൽ അന്നത്തെ 95 തൊട്ടിട്ട് 2010 വരെ ഫാദർ ഏത് പടങ്ങൾ ശ്രീകുമാർ ശ്രീവിശ സ്ക്രീൻ ചെയ്യുമ്പം അതിനോ ഓക്കെ ഇന്ന് ലാലേട്ടൻ്റെ പടമാണ് ഓണം ടൈം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം എനിക്ക് ആ സമയത്ത് ഗ്രാൻഡ് ഫാദർ പ്രൊഡ്യൂസർ ആണെന്ന് അറിയാം, പടങ്ങൾ എടുത്തിട്ടുണ്ടെന്ന് അറിയാം. ബട്ട് ഐ ഡിഡ്ന്റ് നോ ദിസ് ഹോൾ ലെഗസി. അതിനെക്കുറിച്ച് അറിയാൻ ഞാൻ ശ്രമിച്ചിട്ടുമില്ല.
അങ്ങനെ ഒരു വീട്ടിൽ ഫുൾ അന്നത്തെ സിനിമകളുടെ 95 to 2005 2010 ഫാദർ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരുന്ന ഫിലിംസാണ് ഞാൻ കൂടുതലും അന്നത്തെ നമ്മൾ ഒരു ടേബിളിൽ നിന്നുള്ള ഡിസ്കഷൻ ഓവർ മീൽ. ഓക്കെ. അപ്പം എന്നാലും ഇപ്പോഴത്തെ മൂവീസിന്റെ എന്താണ്, വാട്ട് ഈസ് ദ DNA ഇപ്പോഴത്തെ ഒരു രീതി? ഇപ്പം പറയണത് ഇപ്പം യു നോ ലൈക്ക് വെൻ എ മൂവി ഈസ് ഗുഡ് ആൻഡ് വെൻ ഇറ്റ് കളക്ട് ചെയ്ത പിൻസ് ഇറ്റ് ഗോസ് ബിയോണ്ട് ഇമാജിനേഷൻ. കാരണം നമുക്ക് ഒരു ടൈമിൽ പണ്ട് ഫുള്ളായിട്ടൊരു സിനിമ റിസ്ക്, ഇപ്പോഴും ആ സിനാരി വന്നു. ഇടയ്ക്ക് കോവിഡ് ടൈമിൽ മാത്രം നമുക്കൊരു കാൽക്കുലേഷൻ ഉണ്ടായിരുന്നു. സി വെൻ വി ഡു എ മൂവി, ഇന്ന സ്റ്റാറിന് ഇന്ന നമുക്ക് OTT വാല്യൂ ഉണ്ട്, സാറ്റലൈറ്റ് വാല്യൂ ഉണ്ട്, ഓവർസീസ് മാർക്കറ്റ് ഉണ്ട്, ദെൻ വി ഗോ ടു ദ തിയേറ്റർ. അപ്പോൾ ഓൾമോസ്റ്റ് 80-85% നമുക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് റിലീസ് ചെയ്യാം. നൗ ദ എൻറ്റയർ തിങ് ചേഞ്ച്ഡ്. ബാക്ക് ടു ദ സ്ക്വയർ വൺ. തിയേറ്ററിൽ ഹിറ്റ് ആയാലേ ഹിറ്റ് ആവത്തുള്ളൂ, എന്നാലേ OTT-കാർ പടം എടുക്കത്തുള്ളൂ. ഇപ്പൊ അങ്ങനെ ഒരു ക്ലോസ് കൂടെ ഉണ്ട്, unless you release it in the theater, ആൻഡ് ഇഫ് ദ ക്ലോസിനെക്കാട്ടിലും അങ്ങനെയാണ്. നമ്മൾ അതിനു മുമ്പ് അവരെ അപ്രോച്ച് ചെയ്താലും ലെറ്റ് us look at the numbers at the box office, that's what they are saying. അപ്പോൾ ബോക്സ് ഓഫീസ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ eventually it will release in theaters. It should do well in theaters, അല്ലെങ്കിൽ ഇത് ആരും എടുക്കത്തില്ല. സോ ഇപ്പം ഫോർ ദ ലാസ്റ്റ് 1 year again it has turned to be a risky business. നേരത്തെ ഒരു കോവിഡ് ടൈമിൽ ഒരു 2019 ഒരു OTT ബൂം വന്ന ടൈമിൽ നമുക്ക് കുറച്ചും കൂടെ റിസ്ക് എടുക്കാൻ നമുക്കൊരു കുറച്ചും കൂടെ ധൈര്യം ഉണ്ടായിരുന്നു. ഇത് ചലഞ്ചിങ് ആയിരുന്നു ആക്ച്വലി, നമുക്ക് ഡ്രീം ചെയ്യാൻ പറ്റും പടത്തിന്റെ. ബട്ട് നൗ ദിസ് ഇപ്പം OTT ആ സമയത്ത് ആർക്കും ഭയങ്കര പരിചയമാണല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അവർക്ക് തന്നെ സബ്സ്ക്രൈബേഴ്സ് ഒരു ഇതായി. അപ്പൊ അവർക്ക് നോക്കുമ്പം നമുക്കിപ്പോൾ തിയേറ്റേഴ്സ് ഫുള്ളി ഡിപ്പെൻഡൻ്റ് ആവേണ്ട ഒരു അവസ്ഥയായിരിക്കും. ബട്ട് ഈ വർഷം നോക്കിയാൽ തുടരുമാണെങ്കിലും എംപുരാനാണെങ്കിലും ലോകയാണെങ്കിലും മൂന്നും ഒരു കളക്ഷൻ ഏറ്റവും മേളിൽ പോയി. ലാസ്റ്റ് ഇയർ നോക്കിയാൽ ആവേശം ഉണ്ടായിരുന്നു, ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ഉണ്ടായിരുന്നു, പ്രേമലു, അങ്ങനെ മഞ്ജുമൽ ബോയ്സ്, കുറേ പടങ്ങൾ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. സോ പടം ഹിറ്റാണെങ്കിൽ നമ്പേഴ്സ് ഭയങ്കര റെക്കോർഡ്സ് എല്ലാം ആവണ ഒരു ടൈമായി ഇപ്പം. പിന്നെ വേറൊരു കാര്യം ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പം എല്ലാവരുടെയും ഒരു ആസ്പിറേഷനാണ് ബോളിവുഡ് അല്ലേ, ഇപ്പോൾ ലാക്ക് ഓഫ് എ ബെറ്റർ വേർഡ് ടു കോൾ ഇറ്റ് എനിത്തിങ് എൽസ്. അപ്പം ഈവൻ അവിടുത്തെ ക്രിട്ടിക്സും അവിടുത്തെ ആക്ടേഴ്സും ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും എല്ലാം ഇങ്ങനെ ഭയങ്കരമായിട്ട് ഉറ്റുനോക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് നമ്മുടെ മലയാളം ഇൻഡസ്ട്രി. അപ്പം ചെറിയൊരു ഐ റീസെൻ്റ്ലി ഹേർഡ് കരൺ ജോഹർ സേ സംതിങ് ലൈക്ക് ഐ കനോട്ട് ഇമാജിൻ മേക്കിംഗ് എ മൂവി with the kind of budget that they make movies in Kerala. Yeah, so it's like ഇവിടെ cost per day is high, ഇവിടെ actors are charging higher, like everything is more expensive. So when you are in a Malayalam cinema ecosystem, tell me, how does it help you contribute in terms of the content that you want? Like വേറെ എവറിത്തിങ് വിട്ടേക്കും, പക്ഷെ ആ കോണ്ടന്റ് രാജാവ്. അങ്ങനെ ഒരു രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ള ധൈര്യം തരുന്നത് ഈ ബഡ്ജറ്റ് കയ്യിൽ നിൽക്കും എന്നുള്ളൊരു കാര്യമാണോ? കോണ്ടന്റ് ഇസ് ദ കിങ് ഇൻ എനി ഇൻഡസ്ട്രി. ഇഫ് യു ലുക്ക് ഇൻ മലയാളം, തമിഴ്, തെലുങ്ക്, എനിവെയർ, കോണ്ടന്റ് ഇസ് ദ കിങ്. ഇപ്പം കഴിഞ്ഞ 2-3 years നോക്കിയാൽ പണ്ട് മലയാളം സിനിമ എന്താ ചെയ്തുകൊണ്ടിരുന്നത് അതാണ് തമിഴ് ഇൻഡസ്ട്രിയിൽ വന്നിരിക്കുന്നത്. ഇപ്പോൾ ടൂറിസ്റ്റ് ഫാമിലി എന്നൊരു പടം, അല്ലെങ്കിൽ അവിടെ കുറേ ചെറിയ ചെറിയ ബഡ്ജറ്റിൽ ഇപ്പം റബ്ബർ തമ്പ് ഒരു കുറേ ഫിലിംസ് ഉണ്ട്. അതേപോലെ ടൂറിസ്റ്റ് ഫാമിലി, ലവർ, അങ്ങനെ കുറേ ചെറിയ ബഡ്ജറ്റിൽ വന്നിട്ട് ഹിറ്റ് ആവണ പടം നമുക്കും ഉണ്ടായിരുന്നു. ഇതേപോലെ സോൾട്ട് ആൻഡ് പെപ്പർ ഉണ്ടായിരുന്നു, ട്രാഫിക്, തട്ടത്തിന്മാർ, ഇതൊക്കെ ഒരു ടൈമിൽ സ്റ്റാർട്ടിങ് ആയിരുന്നു. പക്ഷെ ഇപ്പം അവിടെ ഇപ്പം ഞാൻ കരൺ ജോഹറിന് അന്ന് നമ്മുടെ റൈറ്റ്സ് വിൽക്കാൻ നേരത്തെ പുള്ളിയെ കണ്ടായിരുന്നു. യു ഗൈസ് ആർ മേക്കിംഗ് വെരി ഗുഡ് ഫിലിംസ്. അപ്പം അന്നത്തെ ടൈമിൽ ബോളിവുഡ് തിയേറ്റർ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ നൺ ഓഫ് ദ ഫിലിംസ് വർ വർക്കിംഗ് ദെയർ. അപ്പം പഠാൻ വന്നിട്ടാണ് അവർക്ക് ആക്ച്വലി ഫസ്റ്റ് ബ്രേക്ക് കിട്ടിയത്. ദെൻ ജവാൻ, പിന്നെയാണ് അവർ കണ്ടിന്യൂസ് ആയിട്ട് പടങ്ങൾ വന്നത് പോസ്റ്റ് കോവിഡ്. ബട്ട് നമുക്ക് ആക്ച്വലി തിയേറ്റർ തുടങ്ങിയ സമയം തന്നെ കുറുപ്പ് ദുൽഖറുടെ വന്നു, ദെൻ ഹൃദയം വന്നു, നമുക്ക് ബാക്ക് ടു ബാക്ക് ഭീഷ്മ പർവ, നമുക്ക് സ്റ്റഡി ആയിട്ട് പോകണുണ്ടായിരുന്നു. ബട്ട് എഗെയിൻ റിസ്ക് ഫാക്ടർ നോക്കിയാൽ നമുക്കിപ്പോൾ ഒരു OTT ആ സമയത്ത് ഇന്ന ആക്ടറിന് വരുമ്പോൾ ഇത്ര ബഡ്ജറ്റേ ഉള്ളൂ. ബട്ട് തെലുങ്കും ബോളിവുഡിൽ നിന്ന് ആ നമ്പേഴ്സ് വരുമ്പോൾ ഇഫ് ദേ ആർ പെയ്ഡ് ഹൈ, ദേ ആർ ഓൾസോ ഈക്വലി OTT നമ്പേഴ്സ് ഇസ് ഓൾസോ ഹൈ. അപ്പം നമ്മുടെ എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ലിമിറ്റഡ് ബഡ്ജറ്റിലാണ് നമ്മൾ ഈ എക്സ്പെരിമെൻ്റ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബട്ട് ഇപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ രണ്ട് പണം ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം കാര്യമൊക്കെ ഞങ്ങൾ ബിയോണ്ട് ദ ബഡ്ജറ്റ്, ഒരു കാൽക്കുലേഷൻ ഇല്ല അതിനകത്ത്. വർഷങ്ങൾക്ക് ശേഷം വി ഹാഡ് എൻറ്റയർ സ്റ്റാക്ക്. ഇപ്പോഴത്തെ
നോക്കിയാലോ പ്രണവ്, കല്യാണി, അജു, ധ്യാൻ, നിവിൻ എല്ലാവരെയും വെച്ചിട്ട് ഞങ്ങളൊരു ആസിഫ് ഉണ്ട്, കുറേ ആളുണ്ടായിരുന്നു. ഓൺസെമ്പിൾ കാസ്റ്റ് ആണ്. അപ്പം നമ്മൾ ബഡ്ജറ്റ് വെച്ചിട്ട് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. അന്ന് സമയം നമുക്ക് സ്ക്രിപ്റ്റിൽ വിശ്വസിച്ച് ചെയ്യാം. ഇപ്പം കരം നമ്മൾ ഷൂട്ട് ചെയ്യപ്പോൾ ഞാനും വിനീതിനും അറിയാം, നമ്മളൊരു പുതിയ ആളെ വെച്ച് ഒരു നമ്പേഴ്സ് ടേബിൾ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ആൻഡ് എൻറ്റയർലി ഷൂട്ട് ഔട്ട്സൈഡ് ഇന്ത്യ. നമ്മൾ ജോർജിയയിലും അസർബൈജാനിലും എല്ലാവരും പോയി ഷൂട്ട് ചെയ്തത്. അപ്പം ഒരു സ്റ്റാറിനെ വെച്ചിട്ട് ഉള്ള ഒരു എമൗണ്ട് ആവും ആക്ച്വലി വെളിയിൽ പോയി ഷൂട്ട് ചെയ്യണമെങ്കിൽ. ബട്ട് നമുക്ക് സിനിമയുടെ ഒരു പാഷനും നമുക്ക് ഓഡിയൻസ് മുമ്പ് കുറെ ഹിറ്റുകൾ തന്നുകൊണ്ട്, സോ വാട്ട് എവർ വി ആർ ഗെറ്റിംഗ് ഇൻ ഫിലിംസ് വി ആർ പുട്ടിംഗ് ഇൻ ഫിലിംസ്. It fairly did only okay for Karam. But Varsham Sesham was a blockbuster. Varsham Sesham during that time, Avesh and Varsham Sesham ഭയങ്കരമായിട്ട് നന്നായിട്ട് പോയായിരുന്നു. കാരണം വി ന്യൂ ഓക്കെ നമുക്ക് എപ്പോഴും പുതിയൊരു ആളെ വയ്ക്കുമ്പം ദ ചാൻസസ് ആർ ദസ് എ റിസ്ക്. ഇന്ന് OTT വരുമ്പോഴായിരിക്കും അപ്രീഷിയേഷൻ. ഇപ്പൊ വിനീത് ഹാഡ് സെയിം എക്സ്പീരിയൻസ് ഇൻ തിര ഓൾസോ. മൂവി ബട്ട് ഇറ്റ് ഡിഡ്ന്റ് അന്ന് തിയേറ്റർ വൈസ് ഓൾസോ വിനീത് കുറെ ഇന്റർവ്യൂ പറഞ്ഞു ഇറ്റ് ഡിഡ്ന്റ് ഡു ദാറ്റ് വെൽ. ബട്ട് അപ്രീഷിയേഷൻ ഉണ്ടായിരുന്നു. ദിസ് കൈൻഡ് ഓഫ് ഫിലിംസ് എപ്പോഴും ആ റിസ്ക് ഫാക്ടർ ഉണ്ട്. either you had to jump into it or you should sell and know. അപ്പൊ ഇതിലെ വിനീത് ആ റിസ്ക് അറിയാവുന്ന വിനീത് ഹിംസെൽഫ് ടോൾഡ് ദാറ്റ് ഓക്കെ ഞാനും ഉണ്ട് നിന്റെ കൂടെ പ്രൊഡ്യൂസ് ചെയ്യാൻ. സോ വി ബോത്ത് ഓഫ് us can take a risk and let's see what it happens. അങ്ങനെ ഞങ്ങൾ ആക്ച്വലി ഒരു ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാതെ വെളിയിൽ പോയി ഷൂട്ട് ചെയ്തു. ഇപ്പൊ നമ്മുടെ ഒരു ഫിലിമോഗ്രഫി നോക്കുമ്പോൾ നമ്മൾ എല്ലാ കൈൻഡ് ഓഫ് ഫിലിംസും ചെയ്യണമല്ലോ. ഒരു സേഫ് സോണിൽ ഇരുന്ന് ഞാൻ മറ്റേ ലവ് ഫിലിമും അല്ലെങ്കിൽ ഡ്രാമ മാത്രം ചെയ്തുകൊണ്ട് നമുക്കറിയാം ഇത് എങ്ങനെയാണ് ഒരു സക്സസ് ഫിലിംസ് ചെയ്യേണ്ടതെന്ന്. വിനീതിന് നന്നായിട്ട് അറിയാം, എനിക്കും അറിയാം. കാരണം ഒരു ജോണർ അല്ലെങ്കിൽ ഇന്ന കാര്യം വെച്ചിട്ട് നമുക്ക് എവിടെ നിന്നോ കേൾക്കുന്നുണ്ട് ഇത്രയും കോൺഫിഡൻസോടുകൂടി എനിക്കറിയാം എന്ന് പറയുന്നത്. റിയലി വെരി സ്വീറ്റ് കേട്ടോ, എസ്പെഷ്യലി സിൻസ് വി ആർ ഇൻ മെർലിൻ സ്റ്റുഡിയോ ആൻഡ് it's lovely to talk to you like this because like you said ഒരു ഭയങ്കര എനർജി ഇവിടെ, ഭയങ്കര പോസിറ്റീവ് എനർജി. My grandfather also during that time he had taken a lot of films, he has taken a lot of risk. പിന്നെ പുള്ളി സിനിമയില് ഇൻവെസ്റ്റ് സിനിമയ്ക്ക് തന്നെയാണ് കൊടുത്തത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കരം പറഞ്ഞ പടം ആക്ച്വലി നമ്മൾ ഹ്യൂജ് റിസ്ക് ആയിരുന്നു. ബട്ട് നമ്മുടെ ഹൃദയം വർഷങ്ങൾക്ക് ശേഷത്തിന്റെ എല്ലാം കോൺട്രിബ്യൂഷൻ നമ്മൾ കരത്തിൽ കൊടുത്തു. അപ്പം നമുക്ക് ഓഡിയൻസിന് നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് എല്ലാ തരം സിനിമ കൊടുക്കണം എന്നുണ്ട്. സെക്കൻഡറി തിങ് ആണ് നമുക്ക് ഓക്കെ ഞാൻ പറഞ്ഞല്ലോ അത് വെള്ളിയാഴ്ച തിയേറ്ററിൽ പോയാലും നമുക്ക് അറിയത്തുള്ളൂ ഓഡിയൻസ് ആക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലെന്ന്. What is your next project? It's again with Vineet actually. So I'm going to do fourth film in a row with him. So ഇപ്പം നമ്മൾ സംസാരിച്ചിട്ടുണ്ട് നെക്സ്റ്റ് ഇയർ എൻഡ് അടുത്ത വർഷമാണ് സ്റ്റാർട്ടിങ് ബിക്കോസ് വി നീഡ് സം ടൈം. ഇപ്പം നമ്മൾ ഏത് ജോണറിൽ വേണം. ഇപ്പം വി വോണ്ട് ടു ബോത്ത് ഓഫ് us want to do a comedy film. Like it's been a long time. അപ്പം ഒത്തിരി ഡ്രാമ മെലോഡ്രാമ ആയി. അതെ ഇനി ഫുൾ ഔട്ട് ആൻഡ് ഔട്ട് എന്റർടൈൻ. ഐ വോണ്ട് വിനീത് പറഞ്ഞു നമുക്കൊരു സെൽഫി ലവ് ആക്ഷൻ ഡ്രാമ പോലത്തെ ഒരു ലൗഡ് ഹ്യൂമർ ഫിലിം. അപ്പൊ സ്ക്രിപ്റ്റ് ഒന്നും ആയിട്ടില്ല. സോ ഹീസ് ജസ്റ്റ് ആസ്ക്ഡ് നീ പ്രാർത്ഥിക്കുക എനിക്ക് അങ്ങനത്തെ സ്ക്രിപ്റ്റ് വരാൻ. പക്ഷെ അതാണ് ഞങ്ങളുടെ ആഗ്രഹം, ഒരു ഭയങ്കരമായിട്ടൊരു humor film ചെയ്യണമെന്ന്. Okay, so that's in the making right now in your heads. Yeah. So ഇത്രയും കാലമായിട്ട് you said fourth film in a row with Vineet, right? So and he has acted in Love Action Drama also. And his film Helen which he produced I only distributed. That national award കിട്ടിയത്. So one way or the other all my movies he was a part of it. Okay. അപ്പോൾ ഞാൻ ചോദിക്കാൻ വന്നത് വെച്ചാൽ there's a lot of newcomers അല്ലേ ഇപ്പോൾ. Like അപ്പം നിങ്ങളുടെ ഒരു പ്രൊഡക്ഷൻ ഹൗസിൽ എങ്ങനെയാണ് ലൈക്ക് ഇഫ് യു ഇസ് ദെയർ എ സ്കോപ്പ് ഫോർ ന്യൂ കമേഴ്സ്? അതോ നിങ്ങൾ ഫാമിലി ബിസിനസ് ആയിട്ട് ഇങ്ങനെ ഫാമിലി വെക്കേഷൻസ് ആയിട്ട് മുന്നോട്ട് പോകാനാണോ പരിപാടി? അറ്റ് ദിസ് മൊമെന്റ് ഇടയ്ക്ക് ഇങ്ങനെ ഡിസ്കഷൻ ഉണ്ടായിരുന്നു. ഐ ഡിഡ്ന്റ് ഹാവ് ആക്ച്വലി ടൈം. 2019 ലവ് ആക്ഷൻ ഡ്രാമ കഴിഞ്ഞ ഉടനെ വിനീത് പറഞ്ഞു ഹൃദയം ഉണ്ടെന്ന്. ഹൃദയം കഴിഞ്ഞ ഉടനെ വാഷിംഗ് സ്റ്റേഷൻ ചെയ്തു കരഞ്ചു. സോ ഐ ഹാവ് എ തിങ് ലൈക്ക് ഇഫ് ഐ ഡു വൺ തിങ് ഐ നീഡ് ടു ലൈക്ക് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, തീർക്കുക. ഐ ഡോണ്ട് വാണ്ട് ടു ഡു മൾട്ടിപ്പിൾ പ്രോജക്ട്സ് ജസ്റ്റ് ഫോർ ദ ബിസിനസ് സേക്ക്. അപ്പം ഞാൻ പൊതുവേ ഒരു പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ സെറ്റിൽ ഫുൾ ഡേ പോയി നിൽക്കും. ഐ വിൽ ബി വെരി ആക്റ്റീവ്ലി ഇൻവോൾവ്. ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് മറ്റേ ലാപ്പിൽ നോക്കണമല്ല. വാട്ട് എവർ റൈറ്റ് ഫ്രം ദ പ്രീ പ്രൊഡക്ഷൻ റൈറ്റ് ഫ്രം ദ ഷൂട്ട് ടിൽ ദ പോസ്റ്റ് പ്രൊഡക്ഷൻ വിത്ത് ദ തിയേറ്റർ റിലീസ് ഐ വിൽ ബി ഫുള്ളി ഇൻവോൾവ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഒരു 3 films in a row ചെയ്യാൻ തന്നെ കാര്യം. സോ പുതിയ ഒരാൾ വരുമ്പോൾ അറ്റ്ലീസ്റ്റ് ഐ ഷുഡ് നോ ഹിം, ഹി ഷുഡ് നോ മീ. അതൊരു ഡയറക്ടറാണ് ഒരു ആക്ടറിനെ കാട്ടിലും ആവശ്യം. they need to have an understanding for a smooth run. കാരണം ബഡ്ജറ്റ് ഒക്കെ ഫിക്സ് ചെയ്ത് അതേപോലെ പോകണം. ആൻഡ് ഇഫ് ബഡ്ജറ്റ് ഒരു എക്സ്ട്രാ കുറച്ച് കാര്യങ്ങൾ വേണമെങ്കിലും ദ പ്രൊഡ്യൂസർ ഷുഡ് ബി ഫ്ലെക്സിബിൾ. സോ അതിനൊക്കെ വേണമെങ്കിൽ ദേ ഷുഡ് ഹാവ് എ റാപ്പോ. അപ്പം ഞാൻ ഐ എം സ്റ്റിൽ യെറ്റ് ടു ഫിഗർ ഇറ്റ് ഔട്ട് ഹൗ ഇറ്റ് ഈസ്. ബേസിക്കലി ഇപ്പൊ ഈ ഒരു കംഫർട്ട് സോണിൽ നമ്മൾ ഇറ്റ്സ് എ വെൽ ഓയിൽഡ് വീൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനാണ് നമ്മളിപ്പം
കൂടുതൽ സക്സസ് ആണെങ്കിലും ആവറേജ് ആണെങ്കിലും അത് ഫെയിലിയേഴ്സ് ആണെങ്കിലും ഇതെല്ലാം നമ്മൾ തുടങ്ങിയെടുത്തിരുന്ന ആൾക്കാരുടെ കൂടെ ആണെന്ന് പറയുമ്പോൾ അതിനൊരു ഇതുണ്ടല്ലോ. ഓക്കെ, നമ്മൾ വെളിയിൽ പോയല്ലോ, നമ്മളെല്ലാം ചെയ്തിരിക്കുന്ന ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ്, ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ who were with us from the start. സോ വേറൊരു എനിക്ക് അറിയാവുന്ന കാര്യമാണ്, എന്നാലും ഒന്ന് ചോദിക്കാം. യു ഡിഡ് ഹാവ് എന്താ പറയുക, ഇത്രയും വലിയൊരു ലെഗസി മുന്നോട്ട് കൊണ്ടുപോകുകയാണെങ്കിലും ആ ഒരു ഫാമിലി സപ്പോർട്ട് എന്ന് പറയുന്ന സാധനം കുറച്ച് കുറവായിരുന്നു അല്ലേ? നല്ല കുറവായിരുന്നു. സോ അപ്പം അതെങ്ങനെ, ഹൗ ഡിഡ് യു നാവിഗേറ്റ് ദാറ്റ്? സി, ഞാൻ ഗ്രാൻഡ് ഫാദർ ആദ്യം ഇത്രയും പടം ചെയ്തിട്ടുണ്ടെങ്കിലും ഗ്രാൻഡ് ഫാദർ ടുവേർഡ്സ് ദ എൻഡ് മക്കളോട് പറഞ്ഞിട്ടുണ്ട് ഇനി ആരും ഫിലിം പ്രൊഡക്ഷൻ ചെയ്യരുതെന്ന്. ബിക്കോസ് ഈ ന്യൂ ദ റിസ്ക്. കാരണം കിട്ടുമ്പോൾ കുറേ കിട്ടും, പോകുമ്പോൾ എല്ലാം ഒരുമിച്ചായിരിക്കും പോകണം. വേറൊരു ബിസിനസ്സിൻ്റെ ഇതെന്ന് വെച്ചാൽ പോകുമ്പോൾ ചിലപ്പോൾ ഒരു ഗ്രാജുവലി സ്ലോ ബൈ സ്ലോ ആയിരിക്കും. സിനിമയുടെ എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് പോകുമ്പം പഴയ പ്രൊഡ്യൂസേഴ്സിൻ്റെ കുറേ, ഇപ്പം ഞാൻ പ്രൊഡ്യൂസർ അസോസിയേഷനിലുണ്ട്, അവിടെ ഞാൻ ഒരു എക്സിക്യൂട്ടീവ് മെമ്പർ. അപ്പം അവിടെ ഒരു ആനുവൽ ജനറൽ ബോഡി മീറ്റിങ്ങിലൊക്കെ നിൽക്കുമ്പം ഞാൻ പഴയ പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ ഇപ്പം സിനിമ എടുക്കാത്ത കുറേ ചേട്ടന്മാർ അങ്കുമാരെല്ലാം കാണുന്നുണ്ട്. അപ്പം നമുക്ക് ചിലപ്പോൾ വിഷമം തോന്നും, കാരണം അവർ ഫുൾ സിനിമയ്ക്ക് വേണ്ടി ചെയ്തിട്ട് അപ്പം ചിലവർ ഭയങ്കരമായിട്ട് എത്തിയിട്ടുണ്ട്, ചിലവർ എത്താറ് ഒന്നുമില്ലാതെ വാനിഷായി പോയിട്ടുണ്ട്. അപ്പം അതാണ് സിനിമയുടെ ഒരു വൺസ് ഇപ്പം സിനിമയുടെ എന്ന് വെച്ചാൽ ഒതുക്കി ഇതിനകത്ത് വന്നാൽ ദസ് നോ ടേണിംഗ് ബാക്ക്. അതാണ് ഒരു അട്രാക്ഷൻ, ഒരു മാഗ്നറ്റിക് ഇതുപോലെ ഇങ്ങനെ ഭയങ്കര അഡിക്റ്റീവായിട്ട്, അഡിക്റ്റീവ് പാഷനോട് അഡിക്റ്റീവ് വേണമെങ്കിൽ പറയാം. സോ ബേസിക്കലി ഞാൻ ആക്ച്വലി ഇത് ഒട്ടും ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ തുടങ്ങണം എന്നൊന്നും ഇല്ലായിരുന്നു എനിക്ക്. അപ്പം ഞാൻ ധ്യാൻ്റെ ഇതിലാണ് പറഞ്ഞത്. അപ്പം എന്നിട്ട് പോലും എനിക്ക് വീട്ടിൽ പറയാൻ ഭയങ്കര പേടിയായിരുന്നു, കാരണം എനിക്ക് ആരും സപ്പോർട്ട് കിട്ടില്ലെന്ന് ഉറപ്പായിരുന്നു. ഇതേപോലെ ധ്യാനും ഡയറക്ഷൻ സമയത്ത് ശ്രീനിയങ്കൾ ഇത് പറഞ്ഞിട്ടില്ല, കാരണം ശ്രീനിയങ്കളും എതിർപ്പായിരുന്നു ധ്യാൻ സിനിമയെ പറഞ്ഞത്. അപ്പം രണ്ട് പിള്ളേരെ എതിർപ്പ് ഇവര് വീട്ടിൽ പറഞ്ഞ എല്ലാവരുടെയും വിചാരം ഞാൻ സിനിമ ഫാമിലി ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര സപ്പോർട്ടുണ്ട്, ധ്യാന് വീട്ടിൽ നിന്ന് സപ്പോർട്ടുണ്ട്. ശരിക്കും രണ്ട് വീട്ടുകാര് ആക്ച്വലി സപ്പോർട്ട് ഇല്ലായിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കര ടെസ്റ്റിങ് ചലഞ്ചിങ് ടൈം ആയിരുന്നു. ധ്യാൻ വൺ ഓഫ് ദ റീസൺ എന്നെയും കൊണ്ട് പിടിച്ചിട്ടുണ്ട്. എന്തായാലും രണ്ടുപേരും ഉണ്ടല്ലോ കൂട്ടിന്. അപ്പം അവിടെ നിന്നാണ് സ്റ്റാർട്ടിങ്. പിന്നെ ലേറ്റർ ഓൺ നമുക്ക് എല്ലാ പേരൻസും ഒരു വെറി കാണും ലേറ്റർ. ഇപ്പം എനിക്കത് മനസ്സിലാവുന്നുണ്ട്, കാരണം നമ്മുടെ ഒരു ലേറ്റ് 20s ഏർലി 30s നമ്മൾ സ്റ്റാർട്ടിങ് ആണല്ലോ കരിയർ. അപ്പം ആ ഒരു സമയത്ത് ഇങ്ങനെ ഒരു എന്തെങ്കിലും ലോസ് വന്നാൽ അത് ചിലപ്പം നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. ഇന്ന് എനിക്കത് മനസ്സിലാവുന്നുണ്ട്. പേരൻസോ അല്ലെങ്കിൽ അങ്കിൾസോ എന്തിനാ ഇത് പറയണത്. അപ്പം നാളെ ഒരു അടുത്ത ജനറേഷൻ എൻ്റെ ആൾക്കാർ തന്നെ ചോദിച്ചാൽ ഞാൻ ഡെഫിനറ്റ് ആയിട്ടും ഞാനും ഇതേ തന്നെ ആയിരിക്കും ചിലപ്പോൾ പറയണത്. കാരണം ഇറ്റ്സ് നോട്ട് ആൻ ഈസി ഫ്ലെക്സിബിൾ ഇത്. കാരണം ഭയങ്കരമായിട്ട് ഒരു എന്താ പറയുക, ഗോഡ്സ് ഗ്രേസ് വേണം, കാൽക്കുലേഷൻ വേണം, എല്ലാം ഇതിനകത്ത് എല്ലാം ഇൻവോൾവ് ആയിരിക്കും. ഒരു ഈക്വൽ എമൗണ്ട് ഓഫ് ഹാർഡ് വർക്ക് ആൻഡ് ലക്ക് അല്ലേ? ഈക്വൽ എമൗണ്ട് ഓഫ് ഹാർഡ് വർക്ക്, ലക്ക്, ഗോഡ്സ് ബ്ലെസ്സിങ് എല്ലാം ഉണ്ട് ഇതിനകത്ത് ഭയങ്കരമായിട്ട്. ചിലതൊക്കെ നമ്മൾ വിചാരിക്കേണ്ട മേളിലും, ചില ഭയങ്കര നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട ഒട്ടും വരത്തില്ല. ഇതെല്ലാം ഇതിനകത്തായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, ഇത് വേറെ എല്ലാ ബിസിനസ്സും ഇപ്പം നമുക്ക് ലോസോ പ്രോഫിറ്റോ അതിനൊരു ഗ്രാജുവൽ സ്റ്റെപ്പായിരിക്കും. ഇത് ഓവർ ദ നൈറ്റ് ഇതൊക്കെ സംഭവിക്കുന്നത്. ഓവർ ദ നൈറ്റ് സംഭവിച്ചാൽ ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാനുള്ള ഫ്രൈഡേ കൊണ്ട് എല്ലാം ഒരു തീരുമാനമാവും, ലൈഫ് മൊത്തത്തിൽ തീരുമാനമാവും. സോ അപ്പം നമ്മൾ ഇത്രയും നേരം സിനിമയുടെ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ there's another part of it which is distribution and exhibition. Tell me more about that. Like, I think now you've taken a break from production because you want to concentrate more on the distribution and exhibition side of it. Distribution actually I did Nanville. Right now for 1 year I'm not doing any distribution also. ഇപ്പോൾ വിനീതിൻ്റെ ഹൈലൻഡ് ചെയ്തായിരുന്നു, ഗൗതമിൻ്റെ സാജൻ ബിക്ക്, ലോട്ട് ഓഫ് മൂവീസ് ഇൻ ബിറ്റ്വീൻ. ഒരു 2019 തൊട്ടിട്ട് ഒരു കണ്ടിന്യൂസ് ആയിട്ട് ബാക്ക് ടു ബാക്ക് ഫിലിംസ് ചെയ്തുകൊണ്ടിരുന്നു. അഗെയിൻ പ്രകാശൻ പറക്കട്ടെ, ധ്യാൻ്റെ ചെയ്തു. ഇപ്പം അറ്റ് ദ മൊമെന്റ് ഐ എം ടേക്കിംഗ് 1 year ബ്രേക്ക് ബിക്കോസ് ഇപ്പം നേരത്തെ പറഞ്ഞുള്ള തിയേറ്ററിൻ്റെ ചാർജ് എനിക്കിപ്പോൾ ശ്രീമ, വിശാഖ്, ന്യൂ തിയേറ്റർ. അപ്പം ഇപ്പം ഐ വോണ്ട് ടു കോൺസെൻട്രേറ്റ് ചെയ്യുക. ലൈക്ക് ഒരു കുറേ ദിവസം ഇപ്പം ബാക്ക് ടു ബാക്ക് മൂവീസ് ചെയ്തിട്ട് I've been away from home for a long time. So at least for 1 day with my family, with my cousins, I'm more involved into theatre business or family business. I feel I want to spend some time here. So Vineet also പറഞ്ഞിട്ടുണ്ടായിരുന്നു, വിനീതിന് 1 year ഒരു ആക്ടിങ് കമ്മിറ്റ്മെന്റ്സ്, 1 to 2 years ആക്ടിങ് കമ്മിറ്റ്മെന്റ്, സ്റ്റേജ് ഷോസ് എല്ലാം ഉണ്ട്. അപ്പോൾ രണ്ടുപേർക്കും ആക്ച്വലി ഇതൊരു കറക്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു ബ്രേക്കും. പിന്നെ ഇവിടെ ഞാൻ തുടങ്ങിയത്, ഞാൻ തിയേറ്റർ ചാർട്ടിങ്, തിയേറ്റർ എക്സിബിഷൻ വിത്ത് മൈ ലവിങ് സ്റ്റാഫ് എല്ലാവരും. അപ്പം അവര് ഇതേപോലെ ഞാൻ വല്ലപ്പോഴും വന്നിട്ട് ഹായ് പറഞ്ഞ് പിന്നെ ഒരു 60-70 days കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു 2 months ആയിട്ട് ഞാനും ഇവിടെ ഉണ്ട്. അപ്പോൾ എനിക്ക് പഴയ പോലെ എനർജി ഈസ് ഡിഫറെന്റ്. ഐ എം ജസ്റ്റ് ലവിങ് വാട്ട് ഐ യൂസ്ഡ് ടു ഡു ബിഫോർ. അപ്പോൾ അറ്റ്ലീസ്റ്റ്
before my next film starts, I want to spend maximum time in theatre business. That's nice. പക്ഷെ വേറൊരു കാര്യം എനിക്ക് ഞാൻ 2-3 പ്രാവശ്യമായിട്ട് ഇപ്പോൾ കേട്ടു തിയേറ്ററിൽ ചാർട്ടിംഗ് എന്ന്. ഓക്കെ, സോ ടെൽ മീ മോർ അബൌട്ട് ദാറ്റ്, ബിക്കോസ് ഇന്നത്തെ രീതിയല്ല പണ്ടത്തെ ഒരു ചാർട്ടിംഗ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ്. ടെൽ മീ മോർ അബൌട്ട്, കെൻ യു എക്സ്പ്ലെയിൻ ടു മീ വാട്ട് ചാർട്ടിംഗ് ഈസ് ലൈക്ക് അന്നത്തെ കാലത്ത് എസ്പെഷ്യലി? Charting is very simple. Like വേറൊന്നുമല്ല, നമ്മുടെ ഏത് ഫിലിമാണ് നമ്മുടെ ഏത് സിനിമയാണ് നമ്മുടെ തിയേറ്ററിൽ ആ ഒരു പെർട്ടിക്കുലർ ദിവസം റിലീസ് ചെയ്യേണ്ടതെന്ന്. ഇപ്പം ഇന്നത്തെ സമയത്തൊക്കെ നോക്കി അതിൻ്റെ ഇമ്പോർട്ടൻസ് അറിയില്ല. ബിക്കോസ് ഒരു പടം നമ്മൾ റിലീസ് ചെയ്യുന്ന ടൈമിൽ തിയേറ്ററിലെ എല്ലാ സ്ക്രീൻസിലും, ട്രാൻഡത്ത് ഇപ്പം നോക്കിയാൽ എല്ലാ സ്ക്രീൻസിലും ഒരേ പടം റിലീസ് ചെയ്യും. ഒരു പോയിന്റ് ഉണ്ടായിരുന്നു. ഇപ്പം പണ്ട് 1970s ആണെങ്കിലും 80s ആണെങ്കിലും ഒരു 2020 വരെ നമുക്ക് ഒരു ഫെസ്റ്റിവൽ ഒരു പടമേ ഒരു തിയേറ്ററിൽ കൊടുക്കാവുള്ളൂ. ഇപ്പോൾ ഫോസേ ട്രിവാൻഡ്രത്ത് ശ്രീകുമാറിൽ ഒരു ലാലേട്ടൻ പടമാണെങ്കിൽ ആ കോംപ്ലക്സിലായിരിക്കും അതിപ്പോൾ ശ്രീകുമാർ വിശാഖ് ന്യൂ തിയേറ്റർ. ഓപ്പോസിറ്റ് അല്ലെങ്കിൽ ഇപ്പം ഓപ്പോസിറ്റ് തിയേറ്റേഴ്സിലായിരിക്കും മമ്മൂക്ക പടം വരുന്നത്, സുരേഷേൻ്റെ പടം വരുന്നത്. പക്ഷെ ഇതിൻ്റെ രസം എന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കര ചൂസ് ചെയ്യായിരിക്കണം. കാരണം ആ സമയത്ത് ഒരു പടം റിലീസ് ചെയ്താൽ പിന്നെ ഒരു 4-7 വീക്സ് വരെ പടം കാണത്തില്ല. ഇന്നിപ്പോൾ ഒരാഴ്ച പടം കാണില്ല. അന്നത്തെ ടൈം അങ്ങനെയല്ല. അന്ന് ലിമിറ്റഡ് ആക്ടേഴ്സ്, ലാലേട്ടൻ, മമ്മൂക്ക, സുരേഷൻ, ഇതൊക്കെ വരുമ്പം അന്ന് ചൂസ് ചെയ്ത ആ പടം ബുൾസൈ ഹിറ്റ് അടിച്ച വേറെ ആർക്കും അതിന്റെ പ്രോഫിറ്റ് ഇല്ല, ആ ഒരു തിയേറ്റർ ഓർഡറിന് മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പം നമ്മുടെ ബ്രെയിനും അല്ലെങ്കിൽ ഹൗ മച്ച് വി ആർ അപ്ഡേറ്റഡ്, ഇതൊക്കെ ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു. ഇപ്പം ഞാൻ പല പ്രാവശ്യം ഇങ്ങനെ ഞെട്ടിട്ടുണ്ട്. കാരണം അച്ഛൻ ഒരു സമയത്ത് ശ്രീമാ തിയേറ്ററിൽ നരസിംഹം ഒരു വർഷം റിലീസ് ചെയ്ത പടമാണ്. നരസിംഹം ചെയ്തിട്ട് അടുത്ത അച്ഛൻ ഫിക്സ് ചെയ്ത പടം വല്യേട്ടനായിരുന്നു. പിന്നെ ഡാർലിംഗ് ആയിരുന്നു. പിന്നെ തെങ്കാശി പട്ടണം. ഇതിന്റെ രസം എന്ന് വെച്ചാൽ എല്ലാ ആക്ടേഴ്സ് ആയിട്ട് സർക്കുലേറ്റ് ചെയ്ത് ആ വർഷം ഫുൾ ഹിറ്റ് ആയിരുന്നു. ഇപ്പൊ ലാലേട്ടന്റെ പടം ഹിറ്റാന്ന് പറഞ്ഞിട്ട് അടുത്ത ഹിറ്റ് ലാലേട്ടന്റെ അല്ല വെച്ചത്, മമ്മൂക്കയുടെ ആയിരുന്നു. പിന്നെ ഡാർലിംഗ് ദിലീപേട്ടൻ്റെ ആയിരുന്നു. ഇപ്പൊ ദിലീപേട്ടന്റെ ഒക്കെ നോക്കിയാൽ മീശ മാധവൻ, CID മൂസ കുറേ പടങ്ങൾ ആ സമയത്ത് റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അന്നെന്ന് വെച്ചാൽ ഇതേപോലെ ഒരു തിയേറ്ററിലെ പടം കാണത്തുള്ളൂ. ഇന്ന് നോക്ക് ഏത് സ്ക്രീനിൽ എഴുതും. അപ്പം ഈ പഴയ കോൺസെപ്റ്റും എല്ലായിടത്തും അത് വൈഡ് റിലീസാ. അപ്പൊ അന്നത്തെ ഒരു സമയം ഇപ്പോഴും TV-യിലൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മൾ ചിലപ്പോൾ ആ സിനിമ ഏത് തിയേറ്ററിൽ കണ്ടെന്നായിരിക്കും നമ്മളൊരു മെമ്മറി കാണും. ബിക്കോസ് ആ ഒരു സ്ക്രീനിലേ ഉള്ളൂ. ഇന്നിപ്പം നമുക്ക് എല്ലാ ആഴ്ചയും മാറി മാറി തിയേറ്റേഴ്സിലുള്ളതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ മെമ്മറി കാണത്തില്ല. പണ്ട് ഇതുപോലെ I remember 11 മണിക്ക് ഷോ, 2 o'clock there's a show, then I think 6:30 and then 9:30, that's called the second show. Yeah. ഇപ്പം രാവിലെ 6 മണി തൊട്ട് ഇപ്പം മോർണിംഗ് 6 o'clock and night show is 11:30. 11:30, yeah. അപ്പം if a movie is hit, people are willing to go to theaters even at 11:30. So that's kind of difference ഇതായിട്ട് വന്നിരിക്കണം. അപ്പം ചില സമയത്തൊക്കെ പഴയ പടങ്ങൾ കാണുമ്പം ഭയങ്കര മെമ്മറീസ്. ഇപ്പം ലാലേട്ടൻ്റെ രാമണപ്രഭു ഒക്കെ ശ്രീകുമാറിലാണ്. നിങ്ങൾ ഗേറ്റ് ഒക്കെ ഇങ്ങനെ അടച്ചൊരു ഫസ്റ്റ് ഡേ ആണ് തിയേറ്ററിൽ ഇടിച്ച ആൾക്കാർ കയറും, ഗേറ്റ് പൊട്ടിക്കും, ക്യൂവിൽ ഇടിച്ച, അതൊരു ഭയങ്കര നൊസ്റ്റാൾജിയ ഫീല്. അങ്ങനെ മീശമാധവൻ എനിക്കൊരു മെമ്മറി ഉണ്ട്. അപ്പം തട്ടത്തിൻ മറ ടു ആൻ എക്സ്റ്റെന്റ് ഞാൻ ഫസ്റ്റ് തിയേറ്ററിൽ വന്ന സമയത്ത് വിത്തിൻ 1 year അന്ന് ക്യൂ എന്നൊക്കെ പറയുന്നത് പീപ്പിൾ വിൽ സ്റ്റാൻഡ് ഇൻ, അന്ന് ബുക്ക് മൈ ഷോ ഒന്നും ഇല്ല, നോ ഓൺലൈൻ ആപ്സ് അതെ. പീപ്പിൾ വിൽ സ്റ്റാൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് തിയേറ്റർ. നൂൺ ഷോ രാവിലെ കിട്ടിയില്ലെങ്കിൽ അവർ തിയേറ്ററിൽ തന്നെ വെയിറ്റ് ചെയ്ത് അടുത്ത ടിക്കറ്റ് എടുത്തിട്ടേ അവർ പോകത്തുള്ളൂ. പുലിമുരുകൻ ഈസ് വൺ ഓഫ് ദ അതർ മൂവി. ലാസ്റ്റ് ആ ക്രൗഡ് എല്ലാം കണ്ടപ്പോൾ പുലിമുരുകനിലായിരുന്നു. അപ്പൊ ഇങ്ങനെ കുറേ പടങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ ജനിച്ചിട്ടുള്ള ഒരു കുറച്ച് ദിവസത്തിലാണ് ഈ ഗോഡ് ഫാദർ ഒക്കെ റിലീസ് ചെയ്തത്. ഇപ്പൊ ഗോഡ് ഫാദർ മലയാളത്തെ മുകേഷ് 400 days ശ്രീകുമാർ തിയേറ്ററിനൊക്കെ കാണുമ്പോൾ ഞാൻ ഞെട്ടലാണ്. 365 days ഇൻ മണിച്ചിത്രത്താഴ് എന്നൊക്കെ പറയുമ്പോൾ ഇപ്പൊ എന്ന് വെച്ചാൽ നമ്പേഴ്സ് ആർ ഗോയിങ് ഹൈ ഫോർ എ ഫിലിം. തിയേറ്റർ റൺസ് ആർ ലിമിറ്റഡ്. മറ്റേ തിയേറ്റർ റൺസ് നമുക്കെല്ലാം മറ്റേ സ്കൂളിലൊക്കെ ബസ്സിലെ കാറിലെല്ലാം പോകുമ്പോൾ നമുക്ക് രസമാണല്ലോ, ഒരു പടത്തിന്റെ പോസ്റ്ററിലെ നമ്പർ ഓഫ് ഡേയ്സും പേപ്പർ ആഡ് കാണുമ്പോൾ നമ്പർ. അപ്പം നമ്മളെല്ലാം ഭയങ്കര കൗതുകത്തോടെ ചെറിഷ് ചെയ്ത മൊമെന്റ്സ് അതൊക്കെ. ബട്ട് നൗ നമ്പേഴ്സ് ഉണ്ട്, ബട്ട് ഈവൻ തിയേറ്റർ ഓണേഴ്സ് നോക്കുമ്പം ദേ ആർ നോട്ട് ഹാവിങ് ദാറ്റ് പേഴ്സണൽ റാപ്പോ. But Vashak, thank you so much for spending so much time with me, and thank you for walking with me. Yeah, sure. Same. I also had a great time. Thank you so much. And I hope whatever you're doing next makes a big hit. Thank you so much.